Ashley. Brought to you by E-Mountain Realty. അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ അച്ഛനായി അമ്മയായി വാ പുണ്യമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. You got me smiling when I was crying and drew my tears away. You took my hand when I was falling and told me you're by my side. സ്നേഹമെന്ന മൂന്നക്ഷരം നിസ്വാർത്ഥമാകണം ബന്ധമാകും ബന്ധനങ്ങൾ വിശ്വാസമാകണം ഭൂമിയിൽ മക്കളായി വാ പുണ്യമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. I'll never forget the joy of holding you as a newborn baby. You clasped my fingers, looked into my eyes, innocent and pure. വിശ്വമാകുമീ വേദിയിൽ വേഷങ്ങളാണു നാം ജന്മമാകുമീ വീഥിയിൽ ദൃശ്യങ്ങളാണു നാം സത്യമായി നിത്യമായി വാ സ്നേഹമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ അച്ഛനായി അമ്മയായി വാ പുണ്യമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. നിന്നോട് ചോദിച്ചിട്ടൊക്കെയാ ഞങ്ങൾ നിനക്കൊരു കല്യാണം ആലോചിച്ചത്. ബട്ട് സ്റ്റിൽ മൈ ഗട്ട് സേസ് വി നീഡ് ടു ഡബിൾ ചെക്ക് വിത്ത് യു ബിഫോർ വി ഗോ ഫർദർ ഇൻ ടു ഇറ്റ്. You're right, Dad. I must disclose this before we get too far into it. I'm in love with someone. No? ആഷ്ലി, നീ ഇതുവരെ ആ പയ്യൻ ആരാന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് അവനെ അറിയാം, but only as my friend. കെവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആര്? നിന്നോട് കഴിഞ്ഞ ആഴ്ച ഷോപ്പിംഗ് മാളിൽ വെച്ച് സംസാരിച്ച ആ പയ്യനോ? കെവിൻ, ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിലാണ്. ഞാൻ ഒരുപാട് ബോയ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും I never wanted any one of those to be my life partner until I got to know you indeed. പക്ഷേ എൻ്റെ പേരൻസ് എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുക.
ആലോചിക്കുന്നേ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ലല്ലോ. No. Looks like they have finally stuck on somebody. I don't know why, but my gut says that I must marry you. മോളെ, ആ ചെറുക്കനെ എനിക്കറിയാം. ആരാ അത്? നീ കണ്ടു കാണും. എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തൊരു ജോസഫില്ലേ, ആ ജോസഫിൻ്റെ പെങ്ങടെ മോനാ. മോളെ, നിന്നെപ്പറ്റി ഞങ്ങൾക്ക് ചില ധാരണകളും പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അതിപ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു ചെറുക്കന് മാത്രമേ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കുമെന്നൊന്നുമില്ല. നമുക്ക് അവന്റെ പേരൻസിനെ പറ്റി വല്ല ഡീറ്റെയിൽസും അറിയാമോ? മോളെ, അതാ വേറൊരു കാര്യം. നീ നമ്മുടെ കമ്മ്യൂണിറ്റി നടക്കുന്ന കല്യാണങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ? നമ്മുടെ കുടുംബമായിട്ട് ഏകദേശം ചേരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വേണ്ടേ നമ്മളൊരു കല്യാണം നടത്താൻ. What's wrong with Kevin's family? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. ടോമിച്ച, ആ ഫാമിലിയെ പറ്റി ശരിക്കും ടോമിച്ചാൻ അറിയാമോ? അത് മമ്മി, എനിക്ക് നല്ലപോലെ അറിയാൻ ഡാഡി എന്താ പറഞ്ഞു വരുന്നത്. ഹിസ് പേരൻസ് ആർ നോ മോർ. പക്ഷെ അത് അവൻ്റെ കുറ്റമാണോ? How many people around us are like that? Who in the world could guarantee that they're going to live even through the next minute? I never thought my dad would be narrow-minded like this. Hello? നീ എവിടാ? നീ എന്തിനാ കരയുന്നേ? My parents are really adamant. എന്തു പറ്റി? അവര് നാട്ടിൽ എനിക്ക് വേണ്ടി ആലോചിച്ച കല്യാണമില്ലേ, അതവര് നടത്തുന്ന ലക്ഷണമുണ്ട്. നിനക്കത് വേണ്ടാന്ന് പറഞ്ഞൂടെ? സാമങ്ങളും അലക്സങ്ങളും ഒക്കെ ക്ലോസ് ആയിട്ട് അറിയുന്ന ചെറുക്കൻ്റെ വീട്ടുകാരെ ഞാൻ എങ്ങനെ അവരോട് അത് പറയൂ? അവര് ക്ലോസ് ആണെന്ന് പറഞ്ഞ് നിനക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? Ashley, you know what opportunity cost is? You have to lose something to get something better. Please, Kevin, try to understand me. I love you. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ അറിയാം. ആരെയെങ്കിലും പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് വരെ സ്നേഹിച്ച് വളർത്തിയ പേരൻസിനെ അവർ തള്ളിപ്പറയും. But I want you and my family as well. Please, give me a little more time. ഞാൻ അവരോട് കാര്യം പറഞ്ഞു മനസ്സിലാക്കാം. Okay, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, my company has branches in Europe and my boss asked me to lead a project there. Today is Saturday. If I commit to this, I would have to go to Canada on Monday for a week of training there. ഇന്ന് 6 മണിക്കകം നീ എനിക്കൊരു ഫേവറബിൾ റിപ്ലൈ തന്നില്ലെങ്കിൽ I really would have to make my way to Europe. നിന്നോട് ചേർന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്വപ്നങ്ങളിൽ നിന്ന് എനിക്കുണരണമെങ്കിൽ I really would have to leave this place. ആശയുടെ കാര്യത്തിൽ നമ്മളിനിപ്പോൾ എന്തോ ചെയ്യുന്നത്? I don't know. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ അവൾ ചേഞ്ച് ആവും. എനിക്ക് തോന്നുന്നില്ല. She looks so determined. എന്നാൽ പിന്നെ നീ നിൻ്റെ അങ്ങനെ വിളിച്ചങ്ങ് പറ. എനിക്ക് വയ്യ എൻ്റെ വായിരിക്കുന്നതെന്ന് കേൾക്കാൻ. നിനക്കായിരുന്നല്ലോ വലിയ വിശ്വാസം. അമിത വിശ്വാസം ആപത്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. അത് നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ പോലും. നീ ഏതാരാന്ന് നോക്കി. ആഹാ, തണുപ്പുണ്ടല്ലേ? ചെറുതായിട്ട്. ആ, അവറാച്ചാനോ? ഇരിക്കും. എന്താ എല്ലാവരുടെ മോബലായിരിക്കുന്നേ? എന്തു പറ്റി? ഓ, എന്തോ പറയാനാ. പെങ്കൊച്ചിനൊരു കല്യാണമൊക്കെ ആലോചിച്ച് അത് ഇടയ്ക്കിച്ചിരി പ്രശ്നമൊക്കെ വന്നായിരുന്നെങ്കിലും വീണ്ടും അത് ശരിയായിട്ടൊക്കെ ഒന്ന് വന്നതാ. എന്നിട്ട് എന്തു പറ്റി? അതിനിടയ്ക്കിപ്പോൾ അവൾ സ്വന്തമായിട്ടൊരു തിരഞ്ഞെടുപ്പങ്ങ് നടത്തി.
ഇപ്പം ആ കല്യാണം നടത്തുകൊണ്ടിരിക്കുക. ഇനി ഞാനൊരു സത്യം പറയാം. നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറാൻ അത് സഹായിക്കും. നമ്മുടെ കുടുംബത്തിൽ ആകെയുള്ളൊരു പെങ്കൊച്ച. അതിൻ്റെ കല്യാണം ആർക്കും ഇഷ്ടക്കേടില്ല നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കറിയാം നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന്. ആ വർക്കിയുടെ വാക്കും കേട്ടുകൊണ്ട് ജീസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി കുടുംബത്തിൽ വേറെ കല്യാണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ജീസ് എവിടെ? തന്റെ കാണാൻ വന്നില്ലെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നു. എനിക്കത് അന്നേരം അറിയായിരുന്നു വർക്കിച്ചാൻ്റെ കളി ഏതൊക്കെയാണ്. അതൊക്കെ പോട്ടെ, സാരമില്ല. എന്നിട്ട് ഇപ്പൊ ആഷ്ലി എവിടെ? അവള് മുകളിലുണ്ട്, ഞങ്ങളോട് പിണങ്ങിയിരിക്കുക. അവള് പറയുന്ന പയ്യനെ നിങ്ങൾക്കെല്ലാം അറിയാമോ? പയ്യനെ എനിക്കറിയാം. അവൻ നല്ല പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്താ പ്രശ്നം? അവൻ്റെ പേരൻസ് ഒരു ആക്സിഡൻ്റിൽ മരിച്ചു പോയതാണ്. പിന്നെ അവൻ്റെ ഒരു സിസ്റ്റർ വേറെ ഏതൊരു സ്റ്റേറ്റിലുമാണ്. അപ്പോൾ പിന്നെ ഈ ഒരു കുടുംബം എന്ന് പറയാനൊന്നും ഒന്നുമില്ല. അതാ എനിക്കുള്ളൊരു മടി. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ തന്നെയാണ് മിക്കയിടത്തും സംഭവിക്കുന്നത്. എല്ലാമൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്കും വി ആർ ഔട്ട് ഓഫ് ഓപ്ഷൻസ്. നീ എന്നാ സാമിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. കൂടുതൽ താമസിക്കുന്നവരും കൂടുതൽ പ്രശ്നങ്ങളാണ്. ഓക്കെ. ഇതിപ്പോ നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല. ഒന്നുമില്ലെങ്കിൽ അവളെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യം. Ashley, brought to you by E-Mountain Realty in association with Tanishka Jewelers, Johnny's Auto Body, a trusted auto body repair shop, Joseph M. Kunel, attorney at law, JK Auto Care LLC, service that makes a difference, Global Travel Experts, അതെ, മോന്റെ ഹൗസ് വാമിങ് അടുത്തു. നമ്മൾ അവന് കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കണ്ടേ? എന്തായി ആ കാര്യം? ഒന്നും ശരിയാവുന്നില്ലല്ലോ. നാട്ടിലുള്ള പ്രോപ്പർട്ടി വിൽക്കണ്ടേ? ഇനി അത് വിറ്റാൽ തന്നെ എങ്ങനെ ഡോളറാക്കും? ആരെ വിശ്വസിക്കും? അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത് ഞാൻ E-Mountain Realty ഏൽപ്പിച്ചു. അവരാകുമ്പോൾ ബയേഴ്സിനെ കണ്ടുപിടിക്കുന്ന മുതൽ എമൗണ്ട് ബാങ്കിൽ എത്തിക്കുന്നവരെയുള്ള കാര്യങ്ങൾ റിലയബിൾ ആയിട്ട് ചെയ്യും. ഓ, വലിയൊരു തലവേദന ഒഴിഞ്ഞു. E-Mountain Realty. Call us at 1-800-565-2444. Ashley. പിന്നെ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? വലിയ കുഴപ്പമൊന്നുമില്ല. പ്രമോഷനൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അതൊക്കെ കളർ കോഡ് അനുസരിച്ചില്ലേ കിട്ടുന്നേ. അതെന്തോ ഈ കളർ കോഡ്? ഇവിടെ തൊഴിലുടെ നിറമനുസരിച്ചാ കാര്യങ്ങളെന്ന് പറയായിരുന്നു. അതിന് നിനക്ക് നിറത്തിന് കുറവൊന്നുമില്ലല്ലോ. നമുക്കിപ്പോൾ എത്ര നിറമുണ്ടെങ്കിലും ഇവരാരും നമ്മളെ വിളംബരമായിട്ടൊന്നും കണക്കാക്കത്തില്ല. എന്തുവായി, സാമിനെ കിട്ടിയോ? അവൻ ഇവിടെ അടുത്തെങ്ങാണ്ട് ഒരു കടയിലുണ്ടെന്ന് അന്നേരം ഞാൻ വിളിച്ചേ. അവൻ ഇപ്പൊ ഇനി വരാന്ന് പറഞ്ഞു. എന്നിട്ട് അവനൊന്നും ചോദിച്ചില്ലേ? പിന്നെ ചോദിക്കാതിരിക്കുമോ? അപ്പൊ നീ ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ വരുമ്പോ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഓ, ദേ, അവന്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിയെന്നാ തോന്നുന്നേ. നിങ്ങൾ എന്തോ മറച്ചു പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി അതെന്നെ ബാധിക്കുന്ന വിഷയമല്ലെങ്കിൽ I don't care. പക്ഷേ അത് നിങ്ങൾ എന്തെങ്കിലും പറയാതെ ഞാനെങ്ങനെ അറിയുന്നേ? അതിപ്പോ നിന്നെ ബാധിക്കുന്ന വിഷയം തന്നെയാ. അതാ പറയാനൊരു പ്രയാസം. എന്നാ പിന്നെ അതൊക്കെ തുറന്നു പറ. അല്ല സാമേ, സാം അവിടെ തിരിക്കും. ഓഹോ,
ഇപ്പൊ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ അങ്ങ് ഒന്നിച്ചോ? സാധാരണ അലവൻസ് കൂട്ടുന്ന കാര്യത്തിൽ മാത്രമേ ഈ രണ്ടു കൂട്ടരും കൂടെ ഒന്നിക്കാറുള്ളൂ. നീ ഇങ്ങനെ ചാടി കഴിക്കാൻ വന്നത് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. വി ആർ ഇൻ റിയൽ ക്രൈസിസ്. വി ഹാവ് ടു ഫൈൻഡ് എ വേ ഔട്ട്. നീ പറ, ഞാൻ കേൾക്കാം. നീ ഇവിടെ വന്നു പോയതിനു ശേഷം ഞങ്ങൾ ആഷ്ലിയുമായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു. വി ആർ സ്ട്രഗ്ലിംഗ് ടു ടേക്ക് എ ഡിസിഷൻ. അളിയന്റെ ഒരു ഉരുണ്ട് കളി കണ്ടപ്പോഴേ ഞാനിതൊക്കെ മാനത്ത് കണ്ടതാ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറ. ഞാനും റെജിയായിട്ട് കുറെ നാളായിട്ട് ഒരു കണക്ഷനും ഇല്ലായിരുന്നതാ. അപ്പോഴാ അലക്സ ഈ കല്യാണാലയനായിട്ട് വരുന്നത്. ഛേ, മണ്ടത്തരമായി പോയി. പുള്ളിയെ കൊണ്ട് തന്നെ പ്രൊസീഡ് ചെയ്യിച്ചാൽ മതിയായിരുന്നു. ഇനി ഇപ്പൊ ഇത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നേ? അങ്കിൾ പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. മോളെ, നീ എന്തോ ഈ പറയുന്നേ? ദേ, നീ എന്റെ ഈ ഫോണിലൊന്ന് നോക്ക്. എത്ര പ്രാവശ്യം ആ റെജി നാട്ടിൽ നിന്ന് വിളിച്ചിട്ടേക്കുന്നേ. ഞാൻ അവൻ്റെ എന്തും മറുപടി പറയണം? നിനക്ക് ആ പയ്യനെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നീ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? Uncle, you understand me more than anybody else in this room. ദേവൻ പിന്നെയും വിളിക്കുന്നു. ഛേ, ഞാൻ എടുക്കുന്നില്ല. Uncle, please help me. The number you dialed is not in service. Please check your number and try again. The number you have dialed is not in service. Please check your number and try again. Uncle, I don't know how to thank you. നീ ധൈര്യമായിട്ടിരിക്കും. ഇനിയുള്ള കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം. ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ വർക്കിച്ചാൽ ഞാൻ കൊണ്ടിട്ട് കൊടുക്കും. എല്ലാ പ്രശ്നവും അങ്ങേര് കാരണം പറയും. കൊള്ളാം. അപ്പൊ പിന്നെ നമുക്കെല്ലാം കൂടെ ആ പയ്യനെ ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കാം അല്ലേ? Yeah. Ashley, brought to you by E-Mountain Realty in association with JK Auto Care LLC, service that makes a difference. Excel Auto Body and Repairing, KCA Homes, Kashmir Gardens. ഐ എം ലാലു അലക്സ്. പേഴ്സണലായിട്ട് പറയുമല്ല, ഇത് പബ്ലിക്കാ. അതെ, ഇത്രയും നാൾ അമേരിക്കയിൽ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ? ഇനി സന്തോഷവും സമാധാനമുള്ള ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? KCAH presents KCA Homes, excellent retirement community located in Royce City, Texas. A peaceful retired living environment. KCA Homes will provide superb services at affordable prices. For more details, visit kcahomes.com or email info@kcahomes.com. Telephone 845-553-0879. KCAH presents KCA Homes. An excellent retirement community in the US. മോനെ ജോർജ് കുട്ടിയെ, ഇതൊക്കെ അങ്ങ് വെച്ചേരി. കുറച്ച് അച്ചാറും കൊടുമ്പുളിയും വറുത്തുപ്പേരിയുമാ എല്ലാം നമ്മുടെ പറമ്പയിലുണ്ടായാന്നേ. അമ്മാച്ചൻ എന്നാത്തിനാ ഇതെല്ലാം കെട്ടിപ്പറക്കി ഇങ്ങ് കൊണ്ടുവന്നേ? ഇതൊക്കെ അങ്ങ് അമേരിക്കയിൽ കിട്ടത്തില്ലല്ലോ കൊച്ചേ. അതപ്പോ നന്നായേ. അവിടെ കാശ്മീർ ഗാർഡനിൽ കിട്ടാത്ത സാധനങ്ങളോ ഒന്ന് പറഞ്ഞു കൊടുത്തേരെ എന്റെ ചായ. അത് ശരിയാ അമ്മാച്ച. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സകല സാധനങ്ങളും ഇവിടത്തെക്കാളും ഫ്രഷ് ആയിട്ട് അവിടെ കാശ്മീർ ഗാർഡൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂന്നേ. കാശ്മീർ ഗാർഡൻ, മലയാളിയുടെ മനസ്സറിയുന്ന സൂപ്പർ മാർക്കറ്റ്. Ashley,
car. ഇവയ്ക്കത് എന്നാ പറ്റി? ആഷ്ലി, ആഷ്ലി, ഞങ്ങൾ നിനക്ക് വേണ്ടി ഞങ്ങളുടെ തീരുമാനമൊക്കെ മാറ്റിയല്ലോ. പിന്നെന്തോ പ്രശ്നം? അവനെ എന്റെ തീരുമാനം അറിയിക്കാൻ അവനൊരു ഡെഡ് ലൈൻ തന്നിരുന്നു. And I couldn't meet it. And now he's not responding. ടോമിച്ച, ആ എന്തോ സൂസ? ഇങ്ങോട്ടൊന്ന് വന്നേ. ആ വരുവാ. എന്താ പറ്റി? കെവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ ചിലപ്പോൾ ബിസി ആയിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിച്ചു നോക്ക്. അങ്ങനല്ലെന്നേ, അവൻ ഇവക്കൊരു സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവളുടെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരത്തില്ലെന്നാ പറഞ്ഞേ. നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ല. നമ്മൾ ഇതൊക്കെ ഒന്ന് കരക്കടുപ്പിച്ച് വന്നപ്പോഴത്തേക്കും അവൻ പറഞ്ഞ സമയം കഴിഞ്ഞു പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എനിക്കൊന്നും അറിഞ്ഞൂടാ. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. എന്തുവാ? നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനിക്കും. ആഷ്ലി, നിന്നോട് കൂടാ ഞാൻ പറയുന്നത്. കെവിനെ പറ്റി ഇവള് പറഞ്ഞുള്ള അറിവല്ലേ നമുക്കുള്ളൂ. എന്നാൽ ഒന്നുകൂടൊന്ന് ചോദിച്ചറിയാമെന്ന് വിചാരിച്ച് ഞാൻ ആ ജോസഫിനെ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പോഴാ പുള്ളിക്കാരൻ പറയുന്നത് കെവിൻ കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പേ എന്തോ കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാനൊക്കെ കൊണ്ട് അവിടെ വന്നിട്ടുണ്ടെന്ന്. കെവിൻ, തനിക്കൊരു കോളുണ്ട്. എനിക്കോ? അതെ, സംസാരിക്കൂ. ഹലോ? എന്നിട്ടെന്തുവാ? നീ പറയാറുന്ന കാര്യം ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ലെന്നുള്ളത്. ആ ദാണ്ടെ കെവിൻ വന്നല്ലോ. നീ എന്താ ഇത്ര താമസിച്ചേ? ലേറ്റായതോ? അതിനൊരു കാരണമുണ്ട്. ഒരു സർപ്രൈസ് കൊണ്ടാ ഞാൻ വന്നേക്കുന്നേ. എന്താ സർപ്രൈസ്? വർക്കിച്ചായോ, നീ കയറി പോരും. ആഹാ, ഇതാണ് സർപ്രൈസ്. സർപ്രൈസ് തീർന്നില്ല, ഇനിയുണ്ട്. വലിയ ഫ്രണ്ടാണ്, ഒരു പാവം മത്തി ഇമ്പില്ലിനെ. ആരാന്നറിയോ? ഇതിനിടയ്ക്ക് വർക്കിച്ചാൻ കല്യാണം കഴിച്ചു. നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. നീ ഇപ്പൊ ഇന്ത്യ കടയിൽ ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇന്ത്യൻ കടയോ? ഇവിടെ നല്ല പ്രോപ്പർട്ടി വല്ലതും വിൽക്കാനുണ്ടോ? എത്ര വിലയായാലും ഞങ്ങൾ വാങ്ങാൻ തയ്യാറാണ്. ഓ, സമ്മതിക്കണം, ഇവനൊരു പുലിയാണ്. അപ്പം കാനഡ? അത് പോട്ടടാ.